നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് വാട്ട് ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പോർട്ട്ഫോളിയോ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്സ്. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയാറില്ലേ, അത് തന്നെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മുടെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഒറ്റ അസറ്റ് ക്ലാസ്സിൽ വെക്കുന്നതിന് പകരം പല അസറ്റ് ക്ലാസ്സസിലും പല മാർക്കറ്റ്സിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളുടെ റിസ്ക് സ്പ്രെഡ് ആവുന്നു, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആവുന്നു. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതല്ല ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിട്ട് നമുക്ക് എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് നോക്കാം. നമ്മൾ ഒരു അസറ്റ് ക്ലാസ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, അതായത് നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും ഒരു FDയിൽ മാത്രമായിട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതിന് പകരം കുറച്ച് FDയിൽ അല്ലെങ്കിൽ കുറച്ച് ബോൺഡ്സിൽ, അതുപോലെ തന്നെ കുറച്ച് സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ETFസിലോ, അതോടൊപ്പം തന്നെ കുറച്ച് റിയൽ എസ്റ്റേറ്റിൽ, ഗോൾഡിൽ, അങ്ങനെ അസറ്റ് ക്ലാസ്സസിൽ മൾട്ടിപ്പിൾ അസറ്റ് ക്ലാസ്സസിലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, പാൻഡമിക് ടൈമിൽ എയർലൈൻ ഇൻഡസ്ട്രി, സർവീസ് സെക്ടേഴ്സ് പൊതുവെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യപ്പെട്ടു. ആ ടൈമിൽ ഇതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇൻവെസ്റ്റേഴ്സിന്, അതായത് എയർലൈൻ സ്റ്റോക്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സ്റ്റോക്സ്, അവിടെ ഫുള്ള് ഇൻവെസ്റ്റ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടമുണ്ടായി. അതേ സമയത്ത് മൾട്ടിപ്പിൾ സെക്ടേഴ്സിലും മൾട്ടിപ്പിൾ അസറ്റ് ഗ്രൂപ്പ്സിലും ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കമ്പാരിറ്റീവ്ലി ഇമ്പാക്ട് കുറവായിരുന്നു. ഇതാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്സ് ഡൗൺ ആയാൽ ഗോൾഡ് അല്ലെങ്കിൽ FD സപ്പോർട്ട് ചെയ്യും. ഗോൾഡ് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്സ് പുള്ളപ്പ് ചെയ്യും. എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല. അപ്പോഴേ നമ്മൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് വഴി മാർക്കറ്റിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ഇരിക്കാം. കാരണം നമ്മുടെ ഒരു പോർട്ട്ഫോളിയോക്കകത്തുള്ള ഒരു അസറ്റ് ഗ്രൂപ്പ് നമുക്ക് റിട്ടേൺ തരുന്നില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ ആണെങ്കിലും അടുത്ത അസറ്റ് ഗ്രൂപ്പ്സ് നമുക്ക് ബെറ്റർ റിട്ടേൺ തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പാക്ട് കുറയും. ഇതാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മാർക്കറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പല മാർക്കറ്റ്സിലേക്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ബിഗിനർ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ മൾട്ടിപ്പിൾ അസറ്റ് ക്ലാസ്സസും അതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ മാർക്കറ്റ്സും ഹെൽപ്ഫുൾ ആണ്. എന്തുകൊണ്ട് നമ്മൾ ഒറ്റ കൺട്രിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്? നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 60% ഷെയർ ഓഫ് ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ് US കമ്പനീസിൻ്റെതാണ്, 6% ജപ്പാനീസ് കമ്പനീസിൻ്റെത്. നമ്മുടെ ഇന്ത്യൻ കമ്പനീസിന്റെ ഷെയർ 2 to 3% ആണ് ഇതിൽ. അപ്പോഴും നമ്മൾ ഇന്ത്യയിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു റെക്കമെൻഡഡ് ഓപ്ഷൻ അല്ല. അതേസമയത്ത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു പോർഷൻ നമ്മൾ മറ്റുള്ള മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ഡൈവേഴ്സിഫിക്കേഷനും റിസ്ക് സ്പ്രെഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒരു മാർക്കറ്റിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ സഹായിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്? വൈഡർ എക്സ്പോഷർ തരും, നമുക്ക് ആക്സസ് ടു 3000 കമ്പനീസ് ഗ്ലോബലി, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതോടൊപ്പം തന്നെ കറൻസി ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പൊ നമുക്ക് അറിയാം, അടുത്തിടയ്ക്ക് ഇന്ത്യൻ കറൻസിക്ക് ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിനകത്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള കറൻസി ഫ്ലക്ച്വേഷൻസിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. നേരത്തെ ജപ്പാൻ ആയിരുന്നു ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു കൺട്രി, അതിനുശേഷം അത് USA ആയി. അടുത്തത് ആരാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വിന്നറിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺട്രി സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് മറ്റൊരു കൺട്രിയിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ടു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ്. മെയിൻ ആയിട്ടുള്ള ഒരു എയിം റിസ്ക് റിഡക്ഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഒരു കൺട്രി ക്രൈസിസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള കൺട്രീസ് സ്ട്രോങ് ആയിട്ടിരിക്കും. അതായത് ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഉണ്ടായി, അപ്പോൾ കുറച്ച് കൺട്രീസ് അഫക്റ്റ് ആയി, പക്ഷെ ചില കൺട്രീസ് ഇതിനകത്ത് ഇമ്പാക്ട് അവർക്കൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് നമ്മൾ ബെനിഫിറ്റ് ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ ഒരു കൺട്രിയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്പിൾ ജിയോഗ്രഫിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് വഴി നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബെറ്റർ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് അവർ ഒരിക്കലും പ്രോഫിറ്റ് മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, അവർ റിസ്ക് സ്പ്രെഡ് ചെയ്യുന്നത് വഴി ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു. Thank you for watching. If you find the content useful to you, please subscribe and share your comments. See you again with another video.